ഡോക്ടർ കെ പി പ്രേംകുമാർ നോക്കൂ, ഈ കാര്യത്തിലൊക്കെ ഇപ്പോ വർഗീയതയുമായി സമരസപ്പെട്ട് കിട്ടുന്ന വോട്ടുകളൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞ വി ഡി സതീശന്റെ നിലപാടുകൾ താങ്കൾ നേരത്തെ വിശദീകരിച്ചു. ഞാൻ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചിട്ട് പി എം നിയാസിന് അക്കാര്യത്തിൽ മറുപടിയില്ല. അദ്ദേഹം പക്ഷെ പറയുന്നത് ഭരണവിരുദ്ധതയും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. അതൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ മടക്കി പെട്ടിയിൽ വെക്കുന്ന കാര്യവും നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ അർത്ഥമുണ്ടോ? വർഗീയതയുടെ കാര്യത്തിലുള്ള വോട്ടിന് നിയാസിന് മറുപടി പറയാൻ പറ്റാത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോഴും വിചാരിക്കുന്നത് വലിയൊരു പരിധി വരെ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന RSS സംഘപരിവാർ നിയോ ഫാസിസ്റ്റ് ട്രെൻഡിനെ ചെറുക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു മുന്നണി എന്നുള്ളത് സാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാധ്യമാവണമെന്ന് മോഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പി എം നിയാസും കോൺഗ്രസിന്റെ ആളുകളും എടുത്തു പറയുന്ന ഉദാഹരണങ്ങൾക്കുള്ള ഒരു വലിയൊരു പ്രശ്നം അത് അവർക്ക് തന്നെ അറിയാം. 1977 KG മാരാർ, 1956 പാലക്കാട് സത്യമാണെന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. CPM ആവട്ടെ, CPI ആവട്ടെ, ജനതാ പാർട്ടി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ 10, 20, 30 വർഷം മുമ്പ് ഈ പല പല മുന്നണി സംവിധാനങ്ങളുടെ ഇടയിൽ ജനതാ പാർട്ടിയായിട്ടോ ജനസംഘവുമായിട്ടോ BJPയുമായിട്ടോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നു എന്ന് തന്നെ വെക്കുക. പക്ഷേ നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന 2025 എന്ന് പറയുന്ന അതല്ല സിനാരിയോ. അതായത് ഇനി ഒരു വട്ടം കൂടെ വലിയ മെജോറിറ്റിയിൽ NDA അധികാരത്തിൽ വരുവാണെങ്കിൽ ഈ പറഞ്ഞ ഇലക്ഷൻ ഉണ്ടാവുമോ നമുക്കറിയില്ല. ഇന്നത്തെ ദിവസം പത്രങ്ങളിൽ വരുന്ന, ചാനലുകളിൽ വരുന്ന വാർത്ത നോക്കുന്നങ്ങള് ഒരു സിനിമയുടെ പേരിൽ ജാനകി എന്നുള്ളത് കൊണ്ട് അതിലെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള ഏക BJPയുടെ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ്. ജാനകി എന്നുള്ള പേര് സിനിമയുടെ പേരായിട്ട് അനുവദിക്കില്ല എന്ന് RSS കുത്തി നിറച്ച ഒരു സെൻസർ ബോർഡ് തീരുമാനം പറഞ്ഞിരിക്കുന്നു. PJ ആന്റണിയുടെ നിർമ്മാല്യം പോലുള്ള ഒരു സിനിമ ഇനി വരുമോ എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ മാസം വരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതല്ല, രാമൻ എന്നോ സീതയെന്നോ, ഈ രാമന്റെയും സീതയുടെയും പര്യായങ്ങളാണ് ഒരുവിധപ്പെട്ട പേരുകളെല്ലാം. അല്ലെങ്കിൽ RSSന്റെ ശാഖയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രം, ഏതോ നമ്മൾ അറിയാത്ത ഇന്ത്യയുടേതായിട്ട് ഒരു തരത്തിലും കാണാത്ത എന്തോ ഒരു മാപ്പ് പിറകിലും ഒരു 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 ചടച്ച ദാരിദ്ര്യം പിടിച്ച സിംഹവും ഒരു കോലിന്റെ മുകളിൽ RSSന്റെ ആ ത്രികോണത്തിലുള്ള കൊടിയും കെട്ടിയിട്ട് ഒരു പെണ്ണുങ്ങൾ നിൽക്കുന്നത് ഭാരതാംബയാണെന്നും പറഞ്ഞിട്ട് അത് ഗവർണർ രാജ്ഭവനിൽ വെച്ചിട്ട് അതിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരോട് തിട്ടൂരമിറക്കുന്ന ആ സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃത്യമായ ഒരു കള്ള കേസിലൂടെ, കള്ള സാക്ഷിമൊഴിയിലൂടെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് പൂട്ടിയിട്ട് താക്കോലും കൊണ്ടുപോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ പിന്നെയും ഈ വർഗീയ കക്ഷികളുമായിട്ടുള്ള സോഫ്റ്റ് കോർണർ ഇടപാടുകൾ നടത്തുന്നത് സൂയിസൈഡിലാണ്. ഇതാണ് പ്രശ്നം. ഇനി ഇത്തരത്തിൽ RSSന്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ പ്രോത്സാഹനവും ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സംഗതിയാണ്, പ്ലാറ്റ്ഫോമാണ് ജമാഅത്ത് അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾ. ഇവർ തമ്മിൽ ആത്യന്തികമായിട്ട് യാതൊരു വിയോജിപ്പുമില്ല, യാതൊരു വൈരുദ്ധ്യവുമില്ല. ഇത് കോൺഗ്രസ്സുകാർ എപ്പോഴും തിയറിറ്റിക്കലി പറയുന്ന കാര്യമാണ്. RSSനെ കായികമായി നേരിടും എന്ന് പറയുന്നത്, അതിനു പകരം ഞങ്ങളുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് RSSന്റെ വാദത്തിനെ ശക്തിപ്പെടുത്തുകയുള്ളൂ. ഇത്തരം ഒരു കോണ്ടെക്സ്റ്റിൽ 2025 നടക്കുന്ന ഒരു ഇലക്ഷനിൽ 100% പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെന്ന് VD സതീശൻ UDFന്റെ ചെയർമാൻ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിലാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സിൻസിയറിറ്റി ഇല്ലായ്മ, രാഷ്ട്രീയ വഞ്ചന എന്നുള്ളത്. അതെങ്ങനെയാണ് നിയാസിനെ പോലെയൊക്കെ ആലോചിക്കുന്ന, വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സിനെ കാണുന്ന ഒരാൾക്ക് ന്യായീകരിക്കാൻ പറ്റുക എന്നുള്ളത്? ഇപ്പൊ ലാലിനോട് തർക്കിക്കാം, കൈരളിയിൽ പറയാം, പൊതുയോഗത്തിൽ പറയാം, അതൊക്കെ ശരി. പക്ഷെ ഇത് എന്തുമാത്രം സൂയിസൈഡിലാണ് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. LDFനെ തോൽപ്പിക്കുക, LDFന്റെ കാൻഡിഡേറ്റിനെ തോൽപ്പിക്കുക, ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഉദ്ദേശമാണ്. നല്ല കാര്യമാണ്, നടന്നാൽ നല്ല കാര്യമാണ്. പറഞ്ഞോളൂ പ്രേംകുമാർ. അദ്ദേഹം നേരത്തെ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയുകയായിരുന്നു. സുന്ദരയ്യ പറഞ്ഞ കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞ അതിന്റെ മെറിറ്റിലേക്ക് 2025 UDFന്റെ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് BJPക്കാര് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു.
ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്നില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അല്ല പറയുന്നത്, VD സതീശനാണ് പറയുന്നത്. ഞാൻ ലെഫ്റ്റ് ആണ് എന്ന് പറയുന്ന പിണറായി വിജയൻ ലെഫ്റ്റ് അല്ല, ഞങ്ങളാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന VD സതീശനാണ് സത്യസന്ധമായിട്ടും നന്നായി പുസ്തകങ്ങൾ വായിക്കുന്ന, ഏറ്റവും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന VD സതീശനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ളത്. ഇത്തരം കോംപ്രമൈസസും ഒരു ബൈ ഇലക്ഷനിൽ ഒരു സീറ്റിൽ UDF-ന്റെ കാൻഡിഡേറ്റ് ജയിച്ചിട്ട് നിങ്ങൾക്കൊരു ഉഷാറ് വരും എന്നുള്ളതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ ഉണ്ടാവുന്ന നഷ്ടം ഏതാണ് ലോങ് ലാസ്റ്റിംഗ് നഷ്ടം എന്നുള്ളത്. ഈ തിരിച്ചറിവ് ഇല്ലാണ്ട് പോകുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിൽ M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ നേർക്കുനേർ മത്സരമായപ്പം മലയാളികൾ 90% ആവേശത്തോടെ എടുത്തതാണ്. തീർത്തും യോഗ്യന്മാരായിട്ടുള്ള രണ്ട് കാൻഡിഡേറ്റ്സ്, നേർക്കുനേർ ഫൈറ്റ്. അതിനിടയിൽ വന്നുപെട്ടിട്ടുണ്ടായിരുന്ന കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ്, രാഷ്ട്രീയ മാലിന്യം വന്നിപ്പോ പറയാവുന്ന PV അൻവർ സീനിൽ നിന്ന് ഔട്ടാവുന്നു. എന്ത് ഭംഗിയായിരിക്കുമായിരുന്നു നിങ്ങൾ തമ്മിൽ നേർക്കുനേർ പൊളിറ്റിക്കലായിട്ട് ഫൈറ്റ് നടന്നിട്ട് ആര് ജയിച്ചാലും ആര് തോറ്റാലും. ഇതങ്ങനെയല്ലല്ലോ. BJP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിടുന്നതിൻ്റെ അകത്തുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഫൂളിഷ്നെസ്, പൊളിറ്റിക്കൽ ഷാലോനെസ്, അത് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. നിങ്ങളെ പോലുള്ള ആളുകൾ വേണം. ഈ അധികാരമില്ല എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള കോംപ്രമൈസിന് തയ്യാറാവുന്ന മുതിർന്ന നേതാക്കളെ തിരുത്താൻ എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ശരി.